എൻ്റെ സ്ഥലം ആലപ്പുഴ ജില്ല. എൻ്റെ പേര് സോമൻ. താമരക്കുളം 13-ാം വാർഡുകാരനാണ് ഞാൻ. എനിക്ക് പിന്നിൽ കാണുന്നത് ഉം. പാഷൻ ഫ്രൂട്ടിന്റെ പന്തലിട്ടിരിക്കുക, തൈ നട്ടിരിക്കുക. ഒരു വെറൈറ്റി ഐറ്റംസ് ആണ് പാഷൻ ഫ്രൂട്ട് സോമൻ ചേട്ടൻ നട്ടിരിക്കുന്നത്. ഇത് ആലപ്പുഴ ജില്ലയിലെ താമരക്കുളമാണ് സ്ഥലം. വ്യത്യസ്തനായ ഒരു കർഷകൻ, എല്ലാ കൃഷിയുമുണ്ട്. പാഷൻ ഫ്രൂട്ട് അത് അദ്ദേഹം ഇഷ്ടപ്പെട്ടത് എത്രയോ വണ്ടിക്കൂലിയൊക്കെ കൊടുത്ത് ചോദിച്ച പണം കൊടുത്താണ് അത് പാഷൻ ഫ്രൂട്ടിന്റെ ഒരു കായ ലഭിച്ചത്. അത് കൊണ്ടുവന്നിട്ട് അദ്ദേഹം ഇപ്പോൾ ഒരു പന്തലിട്ട് ആദ്യമായിട്ട് കൃഷി ചെയ്യുകയാണ്. ഒരു കർഷകശ്രീ എന്നോ അദ്ദേഹത്തിനെ എന്തെല്ലാം പേര് വിളിക്കുന്ന ഒരു ശാസ്ത്രജ്ഞൻ തന്നെ. കൃഷിയിലെ എല്ലാ കാര്യങ്ങളും അറിയാം. അപ്പം ആ കാഴ്ചകളിലേക്ക്, അദ്ദേഹത്തിന്റെ പാഷൻ ഫ്രൂട്ട് കൃഷിയിലെ എല്ലാ കാര്യങ്ങളും നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാൻ രാജേന്ദ്രൻ ബ്ലോഗ്സ് വള്ളി വന്നു. ഈ കൃഷി ചെയ്യുന്ന സാധനം പാഷൻ ഫ്രൂട്ട് എനിക്കങ്ങനെ പറയാൻ അറിയാവൂ. ഞാൻ ഈ കൃഷി ആദ്യമായിട്ട് ചെയ്യുന്ന ഒരു സംഗതിയാണ്. ഈ ഞാൻ വാങ്ങിച്ചത് ചെട്ടികുളങ്ങര പഞ്ചായത്തിന് വടക്കുന്നാണ് മേടിച്ചേക്കുന്നത്. ആ സാധനം അവരോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ് 2 ദിവസം കഴിയട്ടെന്ന് പറഞ്ഞ്. പിന്നെ 2-ാം ദിവസം ഞാൻ പോയി. അവർ പറഞ്ഞ് പൈസ ഒന്നും വേണ്ട. ഞാൻ അന്നേരം പറഞ്ഞ് കൃഷി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും തരാണ്ട് നമ്മളൊരു കൃഷി സാധനം മേടിച്ചിട്ട് പോയാലേ അതിന് നമുക്ക് ആനുകൂല്യം കിട്ടത്തില്ല. അതിന് നിങ്ങൾ എന്തെങ്കിലും വാങ്ങിച്ചേ വെക്കുമെന്ന് പറഞ്ഞ്. അങ്ങനെ ഞാനിത് വാങ്ങിച്ചോണ്ട് വന്നു. ഈ പാഷൻ ഫ്രൂട്ടിന് ഞാൻ ചെയ്യുന്ന വളം, ആദ്യം ഞാൻ തടം വെട്ടിയിട്ട് എല്ലുപൊടിയും ഈ വേപ്പം പിണ്ണാക്കും എല്ലാം കൂടി ഇടും. അതിന് മുമ്പ് ഇടുന്ന കുമ്മായം ഇടുന്നത്. കുമ്മായം ഇടുക എന്ന് പറഞ്ഞാൽ മറ്റ് കീടനാശിനി കുറയാൻ വേണ്ടിയായി കുമ്മായം ഇടുന്നത്. അത് കഴിഞ്ഞിട്ട് ഇത് കിളിച്ച് വന്നാൽ ഉടനെ എന്തെങ്കിലും ചെറുതായിട്ട് ഇച്ചിരി വളം ഇടും. ചാണകപ്പൊടിയും മറ്റുള്ള സാധനങ്ങളും മൊത്തം ഇടും. മൊത്തം ഇട്ട് കഴിഞ്ഞ ശേഷം നമ്മൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഓയില് തലേദിവസം അരിഞ്ഞ് വെള്ളത്തിലിടുക. പിന്നെ സോപ്പ് അരിഞ്ഞ് വെള്ളത്തിലിടും. പിന്നെ ഇത് എന്താ കായം ഇടും. പിന്നെ വേറൊരു സാധനം കൂടെ ഉണ്ട് ഇടുന്നത്. 4 ഐറ്റം സാധനമായിരുന്നു. വെളുത്തുള്ളി. ഇതെല്ലാം കൂടെ ചതച്ചിട്ട് 2 ദിവസം ഇരുന്നതിന് ശേഷം 3-ാമത്തെ ദിവസം ഇത് കലക്കി നമ്മൾ ബ്രഷ് ഇല്ലെങ്കിൽ തൊണ്ട്. അല്ല, 1 ലിറ്ററിന് എങ്ങനെ എത്ര വെള്ളം ചേർക്കണം ഇതിന്? അല്ല, ഈ കലക്കുന്ന സാധനത്തിന് ഈ 1 ലിറ്ററിന് നമുക്ക് ഇത്ര സാധനം ചേർക്കുമ്പം എല്ലാം കൂടി ഒരു 5 ലിറ്ററിന് 5 ലിറ്റർ വെള്ളത്തിൽ ഈ 1 ലിറ്റർ കലക്കണം. 1 ലിറ്റർ കലക്കിയാൽ മതി 5 ലിറ്ററിന്. ആ കലക്കി കഴിഞ്ഞാൽ അത് നമുക്ക് ബ്രഷിൽ ഈ തൊണ്ട് ചതച്ചെങ്കിലും കുടഞ്ഞാൽ മതി. അത് ബ്രഷ് വേണമെന്നില്ല. ആ തൊണ്ട് കലക്കി കുടഞ്ഞു കഴിഞ്ഞാൽ ഇത് നല്ല കൃഷിയായിട്ട് കയറി വരും. അല്ലാണ്ട് രാസവളം ഇതിനകത്ത് പ്രയോഗിക്കേണ്ട ഒരു കാര്യമില്ല. ചേട്ടൻ ഇപ്പൊ ഇത് ആദ്യമായിട്ട് ചെയ്യുമല്ലോ, അതുകൊണ്ട് ഇതിന് എന്തെല്ലാം രോഗങ്ങൾ വരുമോ എന്ന് വല്ല പഠിച്ചിട്ടുണ്ടോ? ആ രോഗം ഈ കൃഷി നമ്മൾ ആദ്യം മുതൽ നോക്കും. എന്തൊക്കെ രോഗം വരുവാണെങ്കിൽ അതനുസരിച്ചുള്ള മരുന്ന് ഞാൻ ചെയ്തു നോക്കും. കുരുടിപ്പ് ആ വളർത്തുന്ന അതനുസരിച്ചുള്ള കാര്യങ്ങൾ ഞാൻ ചെയ്യും. ചെയ്തു കഴിഞ്ഞാൽ ഒരു കൃഷി ആദ്യമായിട്ട് ചെയ്യുമ്പോഴേ നമ്മൾ അതിൻ്റെ ഗുണനിലവാരം നമുക്ക് ആദ്യമായിട്ട് ചെയ്യുമ്പോൾ മനസ്സിലാക്കാനൊക്കത്തില്ല. ഇത് ചെയ്ത് ഫലപ്രാപ്തി കഴിയുമ്പോൾ നമ്മൾ മനസ്സിലാക്കും. അടുത്ത ഒരു കൃഷി ഏത് കാര്യവും ചെയ്യാനുള്ള ഒരു മനസ്സാണ്. ഏതൊരു കാര്യം ചെയ്യുന്നതിനൊരു മനസ്സ് വേണം. കൃഷി നമ്മുടെ ഒപ്പം നിൽക്കും. കൃഷി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒപ്പം നിൽക്കും. നമുക്ക് നിൽക്കുന്നൊരു മനസ്സായത് വേണ്ടേ കൃഷിക്ക് മൊത്തത്തില്. അല്ലാണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തേച്ച് നമ്മൾ മാറി ഇരുന്നിട്ട് ഞാൻ അത് ഇതൊന്നും കിട്ടിയില്ലെന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് നമ്മൾ പരിശ്രമിക്കുക. അതിന് നമ്മൾ എന്തും ചെയ്യണം. കഠിനമായ അധ്വാനം നമുക്ക് ആവശ്യത്തിന്. അങ്ങനെ ചെയ്യുന്നവർക്ക് കൃഷി കൊണ്ട് പ്രയോജനമുള്ള കാലമായി. ഇത് പണ്ടത്തെ കാലമൊന്നുമല്ല. പണ്ട് നമ്മൾ ചേനയും കാറ്റും മാത്രമേ ഇടൂ. ഇപ്പോൾ പച്ചക്കറി കൃഷി കൊണ്ട് ഏറ്റവും കൂടുതൽ ഗുണമുണ്ട്. കൃഷിയിലൂടെ ചേട്ടന് നല്ല ആദായം ലഭിച്ചിട്ടുണ്ടല്ലേ? ഉണ്ട്, ഇഷ്ടം പോലെ ആദായം ഉണ്ടായിട്ടുണ്ട്. കഴിഞ്ഞ വർഷം 1.5 ലക്ഷം രൂപയുടെ സാധനം ഞാൻ വിറ്റിട്ടുണ്ട്. ഈ വർഷം ഓണം അടുപ്പിച്ച് ഞാൻ 1 ലക്ഷം രൂപയ്ക്ക് വിറ്റ്. ഇതിപ്പോൾ 2-ാം കൃഷിയാണ് ചെയ്തിരിക്കുന്നത്. ഈ 2-ാം കൃഷിയിലും മോശമൊന്നും ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ഞാൻ പണിയാണ് ഇവിടെ പണിയുന്നത്. രാവിലെ 5:50 അതിനകത്ത് ഇറങ്ങിയാലേ ഞാൻ ഇവിടുന്ന് കയറുന്ന ഒരു 11 മണിയായിട്ടേ കയറത്തുള്ളൂ. അത്രയും കഠിനാധ്വാനം ചെയ്തെങ്കിലേ നമുക്ക് ആദായം കിട്ടത്തുള്ളൂ. ആദായം കിട്ടുമ്പോൾ ഓരോ ആൾക്കാർ പറയും കിട്ടുന്നെന്ന് പറയും. എൻ്റെ കഠിനാധ്വാനം ഇവരാരും മനസ്സിലാക്കുന്നില്ല. അതുപോലെ കഠിനാധ്വാനവും അതിൻ്റെ പൈസ ചെലവും ഉണ്ട്. ഇതെല്ലാം നമ്മൾ ചെയ്യണമെങ്കിൽ നമുക്ക് സാമ്പത്തിക പ്രശ്നം.
അത് ഇപ്പൊ സാമ്പത്തികത്തിൽ എനിക്ക് ഒരു പ്രശ്നവുമില്ല. എല്ലാം കൃഷിയിൽ നിന്ന് എല്ലാ കൃഷിയിൽ നിന്നും നമുക്ക് വലിയ മികച്ച ആദായം കിട്ടുന്നത്. ചേട്ടൻ നേടിയതെല്ലാം കൃഷിയിലൂടെ കൃഷി കൊണ്ടാണ് നേടിയത്. അഭിമാനമുണ്ട് കേൾക്കുമ്പോൾ. ആ ഈ ഞാൻ വെളിനാട്ടിൽ പോകാണ്ട് ഈ നാട്ടിൻപുറത്ത് നിന്നുകൊണ്ട് ഞാൻ മുതലുണ്ടാക്കിയവനാ. ഈ കൃഷി കൊണ്ട് മാത്രം ഉണ്ടാക്കിയ ഒരു നേട്ടമുള്ളൂ എനിക്കിപ്പോഴ്. അങ്ങനെ ഇവിടങ്ങളിൽ ആരും ഇത്രയും കൃഷി ചെയ്ത് പൈസ ഉണ്ടാക്കിയ ഒരു മനുഷ്യനുമില്ല. എനിക്ക് ആകെ കൂടുതൽ സമ്പത്തില്ലാത്ത ഒരാളിന് ഇപ്പം എനിക്ക് എൻ്റെ ആവശ്യത്തിലുള്ള വസ്തുവും കാര്യങ്ങളും എല്ലാം കൃഷി കൂടെ ഉണ്ടായതാണ്. അല്ലാണ്ട് ഞാൻ ഗൾഫിൽ പോയതും ഉദ്യോഗമൊന്നുമില്ല. ഇവിടെ ഗൾഫിൽ പോയവരുണ്ടാക്കിയതിൽ ഏറ്റവും കൂടുതൽ സമ്പത്ത് ഞാൻ ഉണ്ടാക്കി കൃഷി കൂടെ. ആ കൃഷി എന്ന് പറഞ്ഞാൽ എനിക്കൊരു കാലത്തും മറക്കാൻ വെക്കുന്ന ഒരു സംഭവമല്ല. അത് എനിക്ക് ആവുന്നിടം വരെ കൃഷി ഞാൻ മുന്നോട്ട് കൊണ്ടുപോകും. അതിന് എല്ലാ ആൾക്കാരും ഇത് മുന്നോട്ട് വരണം, ചെയ്ത് കൃഷിയിലേക്ക് കടക്കണം. ചേട്ടൻ എല്ലാ ഭാവങ്ങളും നേരുന്നു. എല്ലാ ഭാവവും ഞാൻ കൃത്യമായിട്ട് ചെയ്യും. ഇപ്പം ഞാൻ ഓരോ കൃഷി ഇങ്ങനെ ചെയ്യുന്നതാണ്. ഇപ്പോൾ ഓരോ ആൾക്കാർ പറയും അവന് ഈ കൃഷിയുടെ ഐഡിയ അറിയാവുന്നതല്ല, ഇതെല്ലാം കണ്ടുപഠിക്കുക. ആരും ജനിച്ചപ്പോഴേ ഇത് കൃഷിയായിട്ട് മുന്നോട്ട് വന്നിട്ടില്ല. എല്ലാ ആൾക്കാരും ഇത് ഒരാളൊരു കൃഷി ചെയ്യുന്ന കണ്ടാൽ അവിടെ പോയി നിന്ന് കാണണം. കണ്ടു കഴിഞ്ഞാൽ ആ കൃഷിയുടെ എങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത് കണ്ട് മനസ്സിലാക്കി ഓരോ ആൾക്കാരും കൃഷി ചെയ്യേണ്ട ഒരു ഭാഗമാണ്. ഇവിടങ്ങളിൽ അങ്ങനെയൊന്നുമുള്ള ആൾക്കാരില്ലല്ലോ. ഒരാൾ ചെയ്യുന്ന കണ്ടേച്ച് പറയുക അവന് അത്രയും കിട്ടുന്നത്. അങ്ങനെയൊന്നുമല്ല, നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാൻ പഠിക്കണം ആദ്യം. അങ്ങനെ നമുക്ക് കൃഷി ചെയ്ത് ആദായം ഉണ്ടാക്കുന്നത്. ആദായം നമുക്ക് എടുക്കണമെങ്കിൽ അതുപോലെ കഠിനാധ്വാനമാണ് നമുക്ക് ആവശ്യം. ആ അധ്വാനം എന്ന് പറഞ്ഞാൽ ചെറിയ അധ്വാനമല്ല. ഞാൻ ഇന്ന് ഇങ്ങനെ നമ്മൾ ഈ ഒരു കാര്യത്തിന് നിന്നോട്ടാ, അല്ലെങ്കിൽ ഞാൻ സന്ധ്യ വരെ നമ്മുടെ കൃഷിക്കകത്താണ് നിൽക്കുന്നത്. ആ കൃഷിക്കകത്ത് നിന്ന് കഴിഞ്ഞാൽ എന്നെ കൊണ്ട് ഒക്കുന്ന പണികളും കാര്യങ്ങളൊക്കെ ചെയ്യും. ഇനിയിപ്പോൾ ഇന്ന് രാവിലെ വെള്ളം കോരിയതുകൊണ്ട് ഇന്ന് വെള്ളത്തിൻ്റെ ഓസ് വെച്ചാണ് വെള്ളം അടിക്കുന്നത്. അപ്പം നമുക്ക് പ്രതിമാസം കറണ്ട് ബില്ല് അല്പം കൂടും. ഇപ്പം ഈ ഉണക്ക് സമയം വരുമ്പോഴേ നമ്മൾ ഊഹിക്കുന്നതിൻ്റെ അപ്പുറത്താ. ഇപ്പം ഇത്രയും കൃഷിക്ക് വെള്ളം അടിക്കുമ്പോൾ 3.5 മണിക്കൂർ വെള്ളം അടിക്കും. ഞാൻ ആദ്യം പയറിന് തടം വെട്ടിയിട്ട് കുമ്മായം, എല്ലുപൊടി, വേപ്പം പിണ്ണാക്കും ഇട്ട് നടുക. അത് കഴിഞ്ഞ ശേഷം പയർ നടുക. പിന്നെ വെട്ടിൽ വെട്ടാതിരിക്കാൻ ഞാൻ ഈർക്കൽ കുത്തും. അത് കഴിഞ്ഞ ശേഷം മേപ്പോട്ട് വരുമ്പോൾ ഞാൻ പൊയില, സോപ്പ് പൊടി, ഈ വെളുത്തുള്ളി അരച്ചത്, കായം കൂടെ തലേദിവസം ഇതെല്ലാം കലക്കി വെച്ചിട്ട് പിറ്റേ ദിവസം ഞാനത് ഈ ബ്രഷ് കൊണ്ട് ഞാൻ മുക്കി കുടയുന്ന ഒരു ഏർപ്പാടേ ഉള്ളു. അത്രയും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഈ ഉൽപ്പാദനം നമുക്ക് നല്ല രീതിയിൽ കിട്ടുന്നൊരു കൃഷിയാണ്. മറ്റ് കെമിക്കൽ വളം ഇതിനെ ഒഴിവാകും. ഇത് ചെയ്യുമ്പോൾ ഇത് അടിക്കുമ്പോൾ നമ്മൾ മാസ്ക് വെക്കേണ്ടതായിട്ടുമുണ്ട്. ഈ മറ്റു മരുന്നിനൊക്കെ ഡോസ് കൂടിയ ഒരു സാധനമാണ്. ഈ ഇത്രയും സാധനം കലക്കിക്കഴിഞ്ഞാൽ അത് 2 ദിവസം ഇരുന്നിട്ട് 3-ാം ദിവസമേ നമ്മൾ ഇതിന് പയറിനായാലും പാവലിനായാലും എല്ലാത്തിനും അടിക്കത്തുള്ളൂ. അങ്ങനെ ഇപ്പോഴത്തെ കൃഷി. ഇപ്പം ഞാൻ ഈ പയറിനിട്ടിരിക്കുന്ന പ്ലാസ്റ്റിക് ഇട്ടേക്കുന്നതും കവർ ഇട്ടേക്കുന്നതും വിത്ത് മരുന്നിന് വേണ്ടി ഇട്ടേക്കുക. അല്ലെങ്കിൽ ഇത് അണ്ണാൻ മൊത്തം കൊണ്ടുപോകും. അതിനായി ഈ കവർ ഞാൻ ഇപ്പോൾ ഇട്ടിരിക്കുന്നത്. ഇതിട്ടില്ലെങ്കിൽ നമുക്ക് അടുത്ത കൃഷിക്ക് നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ സാധനം കിട്ടത്തില്ല. അതിനുവേണ്ടി ഞാൻ ഇട്ടിരിക്കുന്ന ഒരു സാധനമാണ് ഈ കവറ്. ഇത് ഏതിനം പയറാ? ഇത് 21 മണി പയറാ. ശരിക്ക് പിടിക്കുന്നുണ്ടല്ലേ? ശരിക്കും പിടുത്തമുണ്ട്. പിടുത്തം ഇത് എത്ര പ്രാവശ്യം എടുത്തു കഴിഞ്ഞാൽ? ഇതിപ്പം ഞാൻ 1.5 മാസം കൊണ്ട് എടുക്കുന്നുണ്ട് ആദായം. ഇനിയും ആദായം ഇഷ്ടം പോലെ ഉണ്ട് ഇത് എടുക്കാൻ. അപ്പോൾ ഇന്നെടുത്തു കഴിഞ്ഞാൽ നാളെ ഒഴിവ്, മറ്റന്നാൾ എടുക്കാം. അപ്പോൾ ഒന്നിക്കൊണ്ടാണ് ഈ പയറിൻ്റെ ആദായം എടുക്കുന്നത്. ഈ ആദായം എൻ്റെ കൃഷിയുടെ സാധനം എല്ലാ ആൾക്കാരും വന്ന് വാങ്ങിക്കും. പയറിന് മറ്റ് കൃത്രിമം ഞാൻ ചെയ്യത്തില്ല. ഈ സാധനങ്ങളെ അടിക്കത്തുള്ളൂ. അങ്ങനെ നമ്മൾ കൂടുതലും വീട്ടുകാർക്കാണ് കൊടുക്കാറ് പതിവ്. ചന്തയിൽ കൊണ്ട് 80 രൂപ ഉണ്ടെങ്കിൽ എനിക്ക് 100 രൂപ വീതം അവർ തരും എല്ലാ സാധനത്തിനും. എൻ്റെ കൃഷിക്കൊരു പ്രത്യേകം പ്രാധാന്യമുള്ളൊരു കൃഷിക്കാരനാണ്. എന്ത് സാധനം ഉണ്ടായാലും ആരും വാങ്ങിക്കും. അപ്പോൾ ആ രീതിയിൽ ഞാൻ കൊടുക്കുക. ഇപ്പോഴും കൊടുക്കുന്നതുകൊണ്ട് അവർക്ക് എല്ലാവർക്കും എന്നെ വലിയ കാര്യമാണ്. കൃഷി ഭാഗത്ത് ഞാൻ അങ്ങനെയുള്ളൊരു കൃഷിക്കാരനാണ്. അങ്ങനെ എല്ലാ ആൾക്കാരും ഇതുപോലെ ചെയ്യണം. ചെയ്താൽ ആ കൃഷിക്ക് ഗുണകരമായിട്ട് നമ്മൾ മറ്റൊരു സർക്കാർ ജോലിയൊക്കെ ആദായമുള്ള കൃഷിയായത്. സർക്കാർ ജോലി വേണ്ട, സർക്കാർ ജോലി വേണ്ടെന്നല്ല, സർക്കാർ ജോലിയേക്കാൾ
ആദായമുള്ളൊരു കാര്യങ്ങളത്. അത്രയും നമുക്ക് ആദായമൊക്കെ കിട്ടുന്നത്. നമുക്ക് സർക്കാർ ജോലിയാണെങ്കിൽ ഒരാൾക്ക് 50,000 രൂപ 70,000 രൂപ സാലറി കിട്ടും. പക്ഷേ എനിക്ക് ആഴ്ച കിട്ടുന്ന 10,000 7,000 8,000 രൂപ ഒരു സാധനത്തിന് കിട്ടും. ചിലപ്പോൾ 10,000 രൂപ വരെ കിട്ടുന്നുമുണ്ട്. അപ്പം നമ്മുടെ വീട്ടിൽ നമുക്ക് നിൽക്കുകയും ചെയ്യാം, എല്ലാ കാര്യങ്ങളും നോക്കാം. ഒരു കൃഷി അല്ലല്ലോ നമ്മൾ ചെയ്യുന്നത്. ഈ പയറിൻ്റെ മാത്രം ആദായ കാര്യം ഞാനിവിടെ പറഞ്ഞുള്ളൂ.